ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് കണ്ടിട്ടുള്ള ഒരു പ്രേക്ഷകന്റെ അഭിപ്രായമാണ് ഞാൻ വായിക്കാനായിട്ട് പോകുന്നത്. അത് വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ അഭിപ്രായത്തിലേക്ക് വരാം. ബിഗ് ബോസിനെ മത്സരാർത്ഥികൾ എന്തെങ്കിലും സ്ട്രോങ് കണ്ടന്റ് കൊടുക്കുമെന്ന് വിചാരിക്കേണ്ട. ടാസ്ക് മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല. നല്ല ടാസ്കുകൾ കൊടുക്കണേ. പില്ലോ മേക്കിംഗ്, ക്ലോത്ത്സ് വാഷിംഗ്, പാത്രം കഴുകലൊന്നും കൊടുക്കല്ലേ. ബുദ്ധിയും ടീം വർക്കും പ്ലാനിങ്ങും സ്ട്രാറ്റജീസും ഒക്കെ അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള ടാസ്ക്, നമ്മുടെ കില്ലിംഗ് ടാസ്ക്, ആരാണ് കില്ല് ചെയ്തതെന്ന് കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള ആ ടാസ്ക് ഒക്കെ ഒന്ന് കൊടുക്കണേ. മാക്സിമം മെമ്പേഴ്സ് ഉള്ളപ്പോൾ ആ ഗെയിം നടത്തണം, അല്ലെങ്കിൽ ഫൺ ഉണ്ടാവില്ല. ബി ഡിപ്ലോമസി പൊളിച്ചടുക്കിയത് സൂപ്പർ. അനീഷിനെ കൺട്രോൾ ചെയ്തതും സൂപ്പർ. മത്സരാർത്ഥികൾ ബിനെ കൺട്രോൾ ചെയ്യാൻ സമ്മതിക്കരുത്. ബി മത്സരാർത്ഥികളെ കൺട്രോൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇപ്പോഴത് ഓക്കെയാണ്. നോമിനേഷൻസ് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയി പറയണം. ന്യായീകരണങ്ങൾ പറയാൻ അനുവദിക്കരുത്. കാരണം പേടിച്ച് ഡിപ്ലോമസി കാണിക്കുന്നവർക്കുള്ള ഷോ അല്ലല്ലോ ബി നന്നായി എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് മത്സരാർത്ഥികൾ മൊത്തത്തിൽ കിളി പോയ ടീംസ് ആണ്. ബി ഇച്ചിരി കഷ്ടപ്പെടും ഈ സീസൺ കളർഫുൾ ആക്കാൻ എന്നതിൽ സംശയമില്ല. സോ റീസെന്റ് എവിക്ഷൻ ടാസ്ക് പോലെയുള്ള സീരിയസ് ടാസ്കുകൾ കൊണ്ടുവന്നാലേ ഈ ടീംസിനെ ആക്റ്റീവ് ആക്കാൻ പറ്റൂ. ബെസ്റ്റ് ഓഫ് ലക്ക് ബി ടീം. ഒരു ചെറിയ സജഷൻ, അവരവരുടെ ഡ്രസ്സൊക്കെ കൊടുത്തേക്ക് ബോസേ, അവർ സ്മാർട്ടായി നിൽക്കട്ടെ. ഇതായിരുന്നു ആ പ്രേക്ഷകന്റെ പോസ്റ്റ്. ഇതിനെപ്പറ്റിയുള്ള എൻ്റെ അഭിപ്രായം ഇതൊക്കെ തന്നെയാണ്. കറക്റ്റ് കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. ഒരു കാര്യം പോലും എനിക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഒരു കാര്യത്തോട് പോലും ഒരു അഭിപ്രായ വ്യത്യാസം തോന്നുന്നില്ല. അത്രയ്ക്ക് കൃത്യമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ആ ഡ്രസ്സ് കൊടുക്കുന്ന കാര്യം തൊട്ട് തുടങ്ങി സകലമാന കാര്യങ്ങൾ, ഡിപ്ലോമസി പൊളിച്ചടിക്കുന്നതും പിന്നെ അനീഷിനെ കൺട്രോൾ ചെയ്യുന്നതും അനീഷിനെ ക്യാപ്റ്റൻ ആക്കിയത് തന്നെ ഒരു വമ്പൻ ഒരു ട്വിസ്റ്റ് ആയിരുന്നു. അപ്പൊ അതൊക്കെയാണ്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.